ബ്ലൂ എക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 2025 പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? 2025 പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? രവിചന്ദ്രൻ അശ്വിൻ ആണ് 2022 പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം. രവിചന്ദ്രൻ അശ്വിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം ഏതാണ്? പനമരമാണ്. പനമരമാണ് കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം. അൻപുകരങ്ങൾ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അൻപുകരങ്ങൾ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാടാണ് അൻപുകരങ്ങൾ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 107ാമത് രാജ്യം. അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 107ാമത് രാജ്യം മോൾഡോവയാണ്. മോൾഡോവയാണ് അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 107ാമത് രാജ്യം. ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം. ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയയാണ്. അൽബേനിയയാണ് ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയർന്ന അൾട്രാ മാരത്തൺ എന്നറിയപ്പെടുന്ന ഖാർദുംഗ്ല ചലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത. ലോകത്തിലെ ഉയർന്ന അൾട്രാ മാരത്തൺ എന്നറിയപ്പെടുന്ന ഖാർദുംഗ്ല ചലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത ആരാണ്? സോജ സി ആണ്. ലോകത്തിലെ ഉയർന്ന അൾട്രാ മാരത്തോൺ എന്നറിയപ്പെടുന്ന ഖാർദുംഗ്ല ചലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത സോജ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, UPSC ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അജയ് കുമാർ ആണ്. ഡോക്ടർ അജയ് കുമാർ ആണ് UPSC ചെയർമാനായി നിയമിതനായത്. 2025 സെപ്റ്റംബറിൽ ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? 2025 സെപ്റ്റംബറിൽ ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? അമിത് ഖരെയാണ്. അമിത് ഖരെയാണ് 2025 സെപ്റ്റംബറിൽ ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി നിയമിതനായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 30 ആണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യങ്ങളുടെ എണ്ണം ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് 30 എണ്ണമാണ്. ഓസ്കാറിൽ മത്സരിക്കുകയും എന്നാൽ ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കുകയും ചെയ്ത ഇന്ത്യയെ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച സിനിമ ഏത്? ഓസ്കാറിൽ മത്സരിക്കുകയും എന്നാൽ ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും ചെയ്ത ഇന്ത്യ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച സിനിമയായിരുന്നു സന്തോഷ് എന്ന സിനിമ. സന്തോഷ് എന്ന സിനിമയാണ് ഓസ്കാറിൽ മത്സരിക്കുകയും എന്നാൽ ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും ചെയ്ത ഇന്ത്യ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച സിനിമ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ജിനു സക്കറിയ ഉമ്മനാണ്. ജിനു സക്കറിയ ഉമ്മനാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പുതിയ ചെയർമാൻ. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? അന്ത്യോദയ അന്ന യോജന പദ്ധതിയാണ്. അന്ത്യോദയ അന്ന യോജന പദ്ധതിയാണ് ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. ദിബാംഗ് ശക്തി 2025 നടന്നത് അരുണാചൽ പ്രദേശിലാണ് ദിബാംഗ് ശക്തി 2025 നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബറിൽ സമ്പൂർണ്ണ സാക്ഷരതയുടെ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2025 സെപ്റ്റംബറിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹിമാചൽ പ്രദേശാണ്. 2025 സെപ്റ്റംബറിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അടുത്തിടെ INS ആരവല്ലി കമ്മീഷൻ ചെയ്യപ്പെട്ടത് ഗുരുഗ്രാമാണ്. INS ആരവല്ലി കമ്മീഷൻ ചെയ്യപ്പെട്ടത് ഗുരുഗ്രാമിലാണ്. 2025 സെപ്റ്റംബർ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ആദ്യത്തെ PM മിത്ര പാർക്കിന് തറക്കല്ലിടുന്നത് എവിടെയാണ്? ദാർ ജില്ലയിലാണ്. അത് മധ്യപ്രദേശാണ്. 2025 സെപ്റ്റംബർ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ആദ്യത്തെ PM മിത്ര പാർക്കിന് തറക്കല്ലിടുന്നത് എവിടെയാണ്? ദാർ ജില്ലയിലാണ്, മധ്യപ്രദേശിലാണ്. ഓക്കെ, ദാർ ജില്ലയിലാണ്, ഇത് മധ്യപ്രദേശിലാണ്. എന്ത്? PM മിത്ര പാർക്കിന് തറക്കല്ലിടുന്നത്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യയാണ്. ഇന്ത്യയാണ് 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷനു നൽകിയ പുതിയ പേര് എന്താണ്? മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന് നൽകിയ പുതിയ പേര് അഹല്യാനഗർ എന്നാണ്. അഹല്യാനഗർ എന്നാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന് നൽകിയ പുതിയ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം നീതി ആയോഗുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന വനിതാ സംരംഭകത്വ പരിപാടി ഏതാണ്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം നീതി ആയോഗുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന വനിതാ സംരംഭകത്വ പരിപാടി സ്വാവലംബിനിയാണ്. സ്വാവലംബിനിയാണ് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം നീതി ആയോഗുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന വനിതാ സംരംഭകത്വ പരിപാടി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജന മന്ത്രി ആരാണ്? കേരള ഫിഷറീസ് സാംസ്കാരിക യുവജന മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജന മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. വെന്നീസ് ചലച്ചിത്രമേളയിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. വെന്നീസ് ചലച്ചിത്രമേളയിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകയ്ക്ക് ഉള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി അനുപർണ റോയിയാണ്. അനുപർണ റോയിയാണ് വെന്നീസ് ചലച്ചിത്രമേളയിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. 2025 മാർച്ചിൽ അന്തരിച്ച ഐലം ഉണ്ണികൃഷ്ണൻ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? 2025 മാർച്ചിൽ അന്തരിച്ച ഐലം ഉണ്ണികൃഷ്ണൻ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? ഖാദികൻ എന്ന മേഖലയിൽ പ്രശസ്തനാണ്. 2025 മാർച്ചിൽ അന്തരിച്ച ഐലം ഉണ്ണികൃഷ്ണൻ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? ഖാദികൻ എന്നത്. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളമാണ് സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ് 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ. മഹാരാഷ്ട്ര ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബറിൽ 75ാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2025 സെപ്റ്റംബറിൽ 75ാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. 2025 സെപ്റ്റംബറിൽ 75ാം ജന്മദിനം ആഘോഷിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക് മാവേന്ദയിൽ നരേന്ദ്രമോദിയായി വേഷമണിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക് മാവേന്ദയിൽ നരേന്ദ്രമോദിയായി വേഷമണിയുന്നത് ആരാണ്? ഉണ്ണി മുകുന്ദനാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദർ ആണ്. 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയം. 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയം ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നാണ്. ദിനം സെപ്റ്റംബർ 16 ആണ് കേട്ടോ. 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയം ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. കേരളമാണ് 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും താങ്ക് യു.